അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തവരുടെ ഇടപെടലാണ് പറ്റിയത്. കാരണം ട്രഷറർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നാണ് പറ്റിയത്. ട്രഷററിൻ്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് തുടങ്ങുമ്പോൾ ബാബുചേട്ടനെ പോലത്തുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഉപദേശം തേടുകയും അവരുടെ ഒരു ട്രെയിനിങ്ങിലൂടെ കുറച്ച് ഒരു 6 മാസം, ഇപ്പോൾ 6-7 മാസമായിട്ടുള്ള സംഘടന ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയ ബേബി സ്റ്റെപ്സിൽ പറ്റിയ അബദ്ധങ്ങളാണ്. പ്രസിഡന്റിന് അധികാരപരിധിയില്ല, വെറും സ്റ്റാമ്പ് മാത്രമാണെന്നുള്ളത് പ്രസിഡന്റ് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അടുത്ത ജനറൽ ബോഡിയിൽ ഇതിലെ ബൈലോ തിരുത്തപ്പെടണം. ഇതിലുള്ള ഒഫീഷ്യൽ, അതായത് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിക്കോ അവിടെ ഒരു അധികാരവുമില്ല. സാധാരണ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബൈലോ വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ചെയ്തപ്പോഴാണ്. അപ്പോൾ അത് മാറ്റും, തിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, പരാതിക്കാരുടെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അതിലുണ്ടായിട്ടുള്ളതിന് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടും ഭൂരിപക്ഷം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അത് റിവോക്ക് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ അവരെ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്.